നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് പടച്ചുണ്ടാക്കിയിട്ടുള്ള വലിയൊരു പ്രതിസന്ധി, അവരുടെ യുദ്ധതന്ത്രങ്ങൾ ആ രാജ്യത്തിന്, അതായത് ഇസ്രായേലിന് തന്നെ, അമേരിക്കയ്ക്കും ഇസ്രായേലിനും തന്നെ വലിയ വിനയായിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് പോലും ഭീഷണിയാകുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക ശക്തിക്ക് വലിയ ക്ഷയം സംഭവിക്കുന്നു. ഇസ്രായേലിലെ സൈനിക സമ്പത്തിന് വലിയ രീതിയിൽ അപകടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയെ പുറത്തു വരുന്നത്. ഇത് പുറത്തുള്ള വാർത്തകൾ മാത്രമല്ല, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമല്ല, നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോലും അത്തരത്തിൽ വാർത്തകൾ ചെയ്തു തുടങ്ങി. അത്രത്തോളം പരിതാപകരമായിട്ടാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഇസ്രായേൽ ഉള്ള സൈനികരെ വെച്ച്, ഉള്ള ആയുധങ്ങൾ വെച്ച് ഇറാനെതിരെ അടിക്കുന്നുണ്ട്, അതുപോലെ ലബനനെതിരെ അടിക്കും, മറ്റു രാജ്യങ്ങൾക്കെതിരെ ഒക്കെ അടിക്കുന്നുണ്ട്. എല്ലാരെയും അങ്ങ് വെച്ച് പൂട്ടി അടിക്കുന്നുണ്ട്. കാരണം എന്താ? ഇസ്രായേൽ ചെയ്യുന്നത് വ്യോമാക്രമണങ്ങളാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യോമാക്രമണത്തിന്റെ പരിപാടി അവർക്കില്ല, ഫ്ലൈറ്റ് കൊണ്ടുള്ള പരിപാടി അവർക്കില്ല. അവർ കുറെ മിസൈൽ ഇങ്ങനെ ഇട്ടപ്പെട്ട മിസൈലും ഡ്രോണുമാണ് അവരുടെ ആയുധങ്ങൾ. അതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇറാനിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇസ്രായേലിന് ബോംബർ വിമാനങ്ങളിൽ കൊണ്ടുചെന്നിടാം, അമേരിക്കയുടെ സഹായത്തോടെ കൊണ്ടുവന്നിടാം. അങ്ങനെ വരുമ്പോൾ ഇറാനെ തകർക്കാൻ അവർക്ക് പറ്റും. ഇറാനിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള നാശനഷ്ടങ്ങളോട് ഉണ്ടാകുന്നുണ്ട് താനും. പക്ഷേ ഇസ്രായേലിന്റെ അവസ്ഥ അതല്ല. ഇസ്രായേലിലേക്ക് വന്ന് വീഴുന്ന മിസൈലുകൾ ഓരോ സ്ഥലത്ത് ഓരോ ഇഞ്ച് ടു ഇഞ്ച് വന്ന് വീണ് ഇസ്രായേലിൽ പട്ടാളക്കാരില്ല, യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരില്ല എന്ന് അവിടെ നിന്ന് പുറത്തു വാർത്ത വരെയാണ്. നേരത്തെ ഇസ്രായേലിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ എല്ലാ ജനങ്ങൾക്കും, എല്ലാവർക്കും പട്ടാള പരിശീലനം കൊടുക്കും. അവരൊക്കെ പല രാജ്യങ്ങളിൽ പണിയെടുക്കും. രാജ്യത്തോട് കൂറുള്ളവരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർ മറ്റു പല രാജ്യങ്ങളിലും പോയി പണിയെടുത്ത് അവിടുത്തെ ശമ്പളം വാങ്ങി അവരുടെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും രാജ്യം ഒരു പ്രതിസന്ധി അനുഭവിക്കുന്നത്. ആ സമയത്ത് ആ ജോലിയൊക്കെ ഇട്ടെറിഞ്ഞിട്ട് അവർ നേരെ ഇസ്രായേലിലേക്ക് വരും. അല്ലെങ്കിൽ ലീവ് എടുത്ത് നേരെ ഇസ്രായേലിലേക്ക് വന്നിട്ട് തോക്ക് കൊടുത്തുകൊണ്ട് നേരെ അവരുടെ ശത്രുവിന് നേരെ, ഇപ്പൊ ഇറാൻ ആയതുകൊണ്ട് ഇറാന്റെ നേരെ, അല്ലെങ്കിൽ ഗസയുടെ നേരെ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ നേരെ അങ്ങോട്ട് ഇറങ്ങും. ഹിസ്ബുള്ളയുടെ നേരേക്ക് അങ്ങോട്ട് ഇറങ്ങി വെടിവെക്കാൻ നിൽക്കും. ചിലരൊക്കെ ചാകും, ചിലരൊക്കെ ജീവിച്ചിരിക്കും. ഇതാണ് അവസ്ഥ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. കാരണം ഇത്തരത്തിൽ പുറത്തേക്ക് പോയുള്ളവരാരും റിസർവ് ലിസ്റ്റാണത്. ഇവരൊക്കെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു വിഷയമുള്ള സമയത്ത് പാഞ്ഞെത്തേണ്ടവരാണ്. അവരാരും വരുന്നില്ല. ഇപ്പോ പണ്ട് അങ്ങനെയല്ല. പണ്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പാഞ്ഞു വരും. പക്ഷെ ഇപ്പൊ ആരും വരുന്നില്ല. അതിനർത്ഥം എന്താണ്? അവരുടെ രാജ്യത്തിനകത്ത് സുരക്ഷിതമായ ഒരു ഇഞ്ചില്ല. അവിടെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബങ്കറോ ഒരു പിണ്ണാക്കുമില്ല. വീഴുന്നെങ്കിൽ വീഴട്ടെ, നെഞ്ചത്ത് തീരണമെങ്കിൽ തീരട്ടെ, ഇതായിരുന്നു അവസ്ഥ. നമുക്കറിയാലോ, കഴിഞ്ഞ ദിവസം ഇറാനിലെ ചില ഉദ്യോഗസ്ഥരെയും ചില മന്ത്രിമാരെയും ഒക്കെ തലയ്ക്ക് വില ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെന്ന് കാണിച്ചു തരാൻ വേറെ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം ഡോളർ ഇനാം തരാമെന്ന് ട്രംപ് എണ്ണം പറഞ്ഞത്. അത് പറഞ്ഞതിന്റെ പിറ്റെന്നാണ് ഈ പറഞ്ഞ നേതാക്കന്മാരെല്ലാവരും കൂടെ റോഡിൽ കൂടെ നടന്നത്, തെരുവിലൂടെ ബാക്കിയുള്ളവർക്ക് സെൽഫി എടുക്കാൻ പാകത്തിന് നടന്നത്. അതിൽപ്പെട്ടവരെയാണ് രണ്ടുപേരെ അവർ പിന്നീട് വധിച്ചത്. അന്ന് വധിക്കാൻ പറ്റിയില്ല, പിന്നീട് വധിച്ചത്. കാരണം അവർക്ക് യാതൊരു പേടിയില്ലെന്നേ. ഇസ്രായേൽ അതല്ല. ഇസ്രായേൽ അനുഭവിക്കുന്ന വലിയൊരു ദുരന്തം എന്താണെന്നറിയോ? ഇസ്രായേൽ ആ ജൂത വിഭാഗത്തിലേക്ക് മതപരിവർത്തനത്തിലൂടെ ജൂതമതത്തിലേക്ക് ആളെ കൂട്ടൂല. അവരുടെ ജൂതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം നശിച്ചു പോയാൽ തീർന്നു. അതുകൊണ്ട് ഇപ്പൊ ഇസ്രായേലിൽ സംഭവിക്കുന്നത് ഗുരുതരമായ ഒരു അവസ്ഥയാണ്, വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ്. കാരണം ജൂത മതസ്ഥർ എണ്ണം അങ്ങ് നശിച്ചു പോകണം, ഇല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ പോണത്. എന്നാൽ മറ്റു മതസ്ഥർ അങ്ങനെയല്ല. ക്രിസ്തു മതത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, ഇസ്ലാം മതത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, മറ്റു മതങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ജൂതമതം അങ്ങനെയല്ല. ജൂതമതത്തിലെ വളരെ വലിയ അംഗസംഖ്യ ഇതിനോടകം ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പട്ടാളക്കാരുടെ കാര്യം ഇങ്ങനെയാ. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പട്ടാളക്കാരെ കൊണ്ട് അപ്രത്യക്ഷമായി മുങ്ങിയോ? ഇസ്രായേലും അമേരിക്കയും അനുഭവിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നേരത്തെ എന്തെങ്കിലുമൊക്കെ ഒരു യുദ്ധത്തിലോ മറ്റു കാര്യങ്ങൾക്കോ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്രിട്ടനും അതേപോലെ ഫ്രാൻസും, അവര് രണ്ടുപേരും അമേരിക്കയ്ക്ക് ഇപ്പം നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അമേരിക്കക്ക് പിന്നിൽ അപ്പോഴുണ്ടാവും ബ്രിട്ടനും ഫ്രാൻസും ഉണ്ടാവും കയറി അടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇപ്പോൾ നാറ്റോ അമേരിക്കയോട് പറഞ്ഞത് ഞങ്ങൾ നാറ്റോ സഖ്യമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കൈയൊഴിഞ്ഞു. ഇപ്പൊ എന്തേ ബ്രിട്ടനും ഫ്രാൻസും പറഞ്ഞു നോക്കുന്നത്, ഇത് ഞങ്ങളുടെ കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ ലോകത്തിന്റെ കാര്യമൊന്നുമല്ല, നിങ്ങൾ രണ്ടുപേരുടെ ചില പ്രത്യേക താല്പര്യം കൊണ്ട് നിങ്ങൾ ഇതിനെ തുടങ്ങി വെച്ച കാര്യമാണ്, അത് ഞങ്ങൾ ഇടേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യമാണ്, അത് നിങ്ങൾ തന്നെ അങ്ങ് തീർത്താൽ മതി, നിങ്ങൾ തന്നെ യുദ്ധം അവസാനിപ്പിച്ചാൽ മതി, നിങ്ങളല്ലേ തുടങ്ങിയത്, നിങ്ങൾ തന്നെ അങ്ങ് തീർത്താളാന്ന് പറഞ്ഞിട്ട് കൈയൊഴിഞ്ഞേക്കാണ്. അതായത് ഈ ലോകത്ത് ട്രംപ്, നെതന്യാഹു ഇവർ രണ്ടുപേരും ഒറ്റപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ട്രംപ് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്നിപ്പോ വരുന്ന വാർത്ത അനുസരിച്ച് ബ്രിട്ടനും ഫ്രാൻസും പറഞ്ഞു ഞങ്ങൾ ആ വഴി വരുന്നില്ല എന്ന്.
അമേരിക്കയുടെ പ്രമാദമായ 2 യുദ്ധക്കപ്പലുകളും അതുപോലെ അവരുടെ പോർ വിമാനങ്ങളും തകരുന്നതിന് പിന്നാലെ, വലിയ ഭീഷണി, ഇറാന്റെ ഭീഷണി നേരിടുന്നതിന് പിന്നാലെ, വലിയ തകർച്ച ഉണ്ടാകുന്നതിന് പിന്നാലെയാണ് ഇസ്രായേലിൽ നിന്ന് വരുന്ന ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേൽ പട്ടാളക്കാരില്ല എന്ന്. യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരില്ല എന്ന്. ഒരു രാജ്യത്ത്, അത് ലോകത്തെ ഏറ്റവും വലിയ ശക്തി, ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടന, ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള അത്യന്താധുനിക ആയുധങ്ങളുള്ള മുഴുവൻ എന്താ പറയുക, ലോകത്തെ മുഴുവൻ വിറപ്പിക്കാൻ തക്കാണ് സൈനിക ശക്തിയുള്ള ഒരു രാജ്യത്തിന് അവ എടുത്ത് ഉപയോഗിക്കാൻ പട്ടാളക്കാരില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കുകയാണ്. അതായത് ഇറാൻ എന്നൊരു രാജ്യം കേവലം ഒരു മാസം അയാളുടെ 4 പേട്ട് മിസൈലുകളും അതുപോലെ കുറച്ച് ഡ്രോണുകളും അങ്ങോട്ട് അയച്ചപ്പോഴേക്കും ഇവരുടെ പട്ടാളക്കാർ മുഴുവൻ അവർക്ക് നഷ്ടപ്പെട്ടു, അവർ മരണപ്പെട്ടു, അവരുടെ എല്ലാ സംവിധാനങ്ങളും നശിച്ചു പോയി എന്ന് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. അല്ലെങ്കിൽ പട്ടാളക്കാർക്ക് എന്ത് സംഭവിച്ചു? യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ വരുന്ന വാർത്തകൾ 2 പേര് മരിച്ചു, 3 പേര് മരിച്ചു, 4 പേര് മരിച്ചു എന്നൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി വന്ന കണക്കെന്ന് പറഞ്ഞാൽ 11 പേര് മരിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഇത്തരത്തിലൊരു വാർത്ത വരാൻ പാടുണ്ടോ? ഇസ്രായേലില് യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരില്ല, അതല്ലെങ്കിൽ ആഭ്യന്തരമായിട്ട് പട്ടാളക്കാരില്ലാത്തൊരവസ്ഥ, ഒരു വലിയൊരു ദുരവസ്ഥ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? കേരളത്തിൽ മനോരമ ന്യൂസ് അടക്കം പറയുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനവ വിഭവ ശേഷി മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതായത് ജനങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങിയിരിക്കുന്നു എന്ന്, അവരെ മുഴുവൻ ഇറാൻ കൊന്നൊടുക്കിയിരിക്കുന്നു എന്ന്. അതായത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്നത് ഇറാനിൽ വലിയ മരണം സംഭവിച്ചു, ആയിരക്കണക്കിന് പേർ മരിച്ചു, അത് ഇറാൻ തന്നെ സ്ഥിരപ്പെടുത്തുന്നതാണ്. ഇറാനിലേക്ക് വരുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൃത്യമായി ഇറാൻ തന്നെ പറയുന്നുണ്ട്. അത് കണക്കിന് ആയിരക്കണക്കിന് പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു. പക്ഷെ ഇസ്രായേലിൽ ആരും മരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇറാനിൽ മരണപ്പെട്ടതിനേക്കാൾ ഭീകരമാണ് ഇസ്രായേലിലെ അവസ്ഥ എന്നാണ് ഇപ്പോൾ ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. വാർത്ത പുറത്തു വരുന്നത് പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഇയാൽ സാമിർ രാജിവെച്ചു എന്നാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് സൈനിക നേതൃത്വം നൽകുന്ന ഒരു വലിയൊരു മുന്നറിയിപ്പാണ്. കാരണം സാമ്പത്തിക നില, ഇസ്രായേലിന്റെ സാമ്പത്തിക നില വളരെ ഗുരുതരമാണ്. അവരുടെ മാനവ വിഭവശേഷി വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും സൈനിക കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ സാരമായിട്ട് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. പിന്നെ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളിൽ ഇപ്പോ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. പല മിസൈലുകളും വന്ന് ഇസ്രായേൽ പതിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് എന്ന് തന്നെ അവിടുത്തെ സംവിധാനങ്ങൾ അറിയുന്നത്. അലേർട്ട് കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. എല്ലാത്തിലും ഉപരി ഇസ്രായേലിന്റെ സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയുടെ അങ്ങേയറ്റമാണ്, അവിടെ നിൽക്കുകയാണ്. ഏത് സമയം വീണുടയുന്ന ഒരവസ്ഥയിലാണ് ഇസ്രായേലിന്റെ സാമ്പത്തികാവസ്ഥ, ഇപ്പോഴത്തെ സാമ്പത്തികാവസ്ഥ എന്ന് റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. മലയാള മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഇതൊക്കെ സഹിക്കാം. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല്, ഇപ്പോ ബ്രിട്ടനും ഫ്രാൻസും പറഞ്ഞതുപോലെ യുദ്ധം അടിച്ചേൽപ്പിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ മേൽ കടന്നാക്രമിച്ച് യുദ്ധം അടിച്ചേൽപ്പിക്കുന്ന സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ ആ രാജ്യത്തെ ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് സ്വന്തം ഭരണകൂടത്തിന്റെ ഈ കൊലയാളി രാഷ്ട്രീയത്തിനെതിരെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊന്നൊടുക്കുന്ന ആ സൈനിക നടപടികൾക്കെതിരെ സ്വന്തം രാജ്യത്തെ പൗരന്മാർ, അവരുടെ ജീവന് സുരക്ഷിതത്വം ഇല്ല, മനസ്സമാധാനമായിട്ട് വീട്ടിൽ കൊണ്ടുറങ്ങാൻ പറ്റുന്നില്ല, അവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. അതായത് 365 ദിവസവും ഇനി ബംഗറിൽ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് എന്നവർ മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ഭരണകൂടത്തിനെതിരെ ഇറങ്ങിത്തിരിക്കുകയാണ്. പിന്നെല്ലാം എന്ത് ചെയ്യുക? അത്തരത്തിൽ പ്രതികരിക്കുന്നവരുടെ ബന്ധുക്കളാണല്ലോ ഈ റിസർവ് സേന എന്ന് പറയുന്നത്. റിസർവ് സേന എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. അവരുടെ പട്ടാളക്കാർ എത്ര ഉണ്ടെങ്കിലും അത് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഒരു ആപത്ത് സംഭവിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓടിയെത്തുന്നവരാണ് റിസർവ് സേന എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ബന്ധുക്കൾ തന്നെ ഈ റിസർവ് സേനയിലെ ആ പട്ടാളക്കാരായിട്ട് പിന്നെ സേവനം അനുഷ്ഠിക്കേണ്ട അവരുടെ ബന്ധുക്കൾ തന്നെ സർക്കാരിനെതിരെ പ്രക്ഷോഭത്തിലാണ്. അതായത് നെതന്യാഹുവിനെതിരെ പ്രക്ഷോഭത്തിലാണ്. ലോകത്ത് അനാവശ്യമായ ഒരു യുദ്ധം ഉണ്ടാക്കിയതിന്, ആവശ്യമില്ലാത്ത തങ്ങളുടെ ജീവനും തങ്ങളുടെ സ്വത്തും തങ്ങളുടെ ജീവിതവും അലങ്കോലപ്പെടുത്തിയതിന് പിന്നെ അവർ മടങ്ങി വന്ന് അവരുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. അവരും പ്രതിഷേധത്തിലായിരിക്കില്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഇവിടെ പട്ടാളക്കാരില്ല, യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പട്ടാളക്കാരില്ല, ഒരു കാര്യങ്ങളും നടത്താൻ വേണ്ടി ഇവിടെ ആൾക്കാരില്ല. വളരെ ഗുരുതരമായ ഭീകരമായ അവസ്ഥയിലൂടെയാണ് ഇസ്രായേൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികമായി തരിപ്പണമായി പോയിരിക്കുന്നു, സാമ്പത്തികമായി തരിപ്പണമായി പോയിരിക്കുന്നു. ഇനിയും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷി അവർക്കില്ല എന്ന് തെളിയിക്കുന്ന വാർത്ത അതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ച, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈനികമായി എന്തും ചെയ്യാൻ, എവിടെയും ചെന്ന് ആരെയും തൂക്കിയെടുക്കാൻ ശേഷിയും ചേമുഷിയുമുള്ള ഒരു രാജ്യത്തിന്റെ, ഒരു പട്ടാളത്തിന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ധാർഷ്ട്യവും
നെതന്യാഹുവിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളോട് ചേർന്നുകൊണ്ട് ലോകത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, ലോകത്തിന്റെ ജീവിത താളക്രമങ്ങൾ മുഴുവൻ തെറ്റിച്ച്, ഈ ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിൽ എത്തിച്ച്, ഒരു രാജ്യത്തെ തരിപ്പണമാക്കി, ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറി, ആ രാജ്യത്തെ പരമാധികാരിയെ വധിച്ച് അവരുടെ മറ്റ് നേതാക്കളെയും അവരുടെ ഭരണകർത്താക്കളെയും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തകർത്തും വധിച്ചും മുന്നേറി മതിച്ച് നടന്നപ്പോ ഇത്തരത്തിലൊരു തിരിച്ചടി ഒരു പ്രതീക്ഷിച്ചോ? അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അന്ന് പറഞ്ഞത് വെറുതെ അല്ല. പറഞ്ഞത് നിങ്ങൾ യുദ്ധം തുടങ്ങിക്കോളൂ, പക്ഷെ എപ്പോ എങ്ങനെ നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. തുടങ്ങുന്നത് നിങ്ങളായിരിക്കും, പക്ഷെ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് ഇസ്രായേലിന് മനസ്സിലാവുന്നത്. പിന്നെ കരയുദ്ധത്തിന്റെ കാര്യം, ഇപ്പൊ കരയുദ്ധം നാളെ തുടങ്ങുന്നതെന്ന് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് തുടങ്ങാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കരയുദ്ധം ഇറാനിൽ അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞാൽ മുമ്പ് വിയറ്റ്നാമിൽ പോയതിനേക്കാളും വളരെ പരിതാപകരമായിരിക്കും അവസ്ഥ. ഇറാനിൽ കടന്നു കയറാൻ വളരെ എളുപ്പമാണ്, കയറി കൊണ്ട് അടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ തിരിച്ചവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അവർ ഒറ്റ പട്ടാളക്കാരെ അവിടെ നിന്ന് രക്ഷപ്പെടില്ല. അങ്ങോട്ട് കയറുന്നവരൊക്കെ കയറും, പക്ഷെ തിരിച്ചു പോകാൻ ഒരു നിവൃത്തി ഉണ്ടാവില്ല. മുഴുവൻ എണ്ണത്തിനെയും തട്ടിക്കളയാൻ പറ്റും. ഇറാനെ ആകെ ചെയ്യാൻ കഴിയുന്നത് ആകാശത്ത് നിന്ന് ബോംബിട്ട് മുഴുവൻ അങ്ങോട്ട് തകർക്കാം. അത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സഖ്യകക്ഷികളെല്ലാം കൈവിട്ടു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാറ്റോ കൈവിട്ടു. ഇപ്പോ എന്തിനും ഏതിനും അവരെ തുണച്ചുകൊണ്ടിരുന്ന, അവരെന്തെങ്കിലും പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഫ്രാൻസും ബ്രിട്ടനും രണ്ടുപേരും അവരെ കൈവിട്ടു. നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് തലവെച്ചതാണ്, നിങ്ങളുടെ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി നിങ്ങൾ തുടങ്ങി വെച്ച യുദ്ധമാണ്, അതിന് നിങ്ങൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്തുക, നിങ്ങൾ അവരെ ആക്രമിക്കാൻ ചെന്നാലേ നിങ്ങൾ നിർത്തിപ്പോരെ എന്ന് പറഞ്ഞവർ കൈവിട്ടതോടുകൂടി ആകെ അകടും വിട്ട് അത്രസാക്ക് വിട്ടൊരവസ്ഥയിലാണ് ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ ഉള്ളത്. സൈനികമായിട്ട്, അതായത് യുദ്ധം ചെയ്യാൻ പട്ടാളക്കാരില്ല, റിസർവ് സൈനികരിട്ട് എത്തുന്നുമില്ല, ആരും എത്തുന്നില്ല. അപ്പൊ നിലവിലുള്ള സൈനികർ എങ്ങോട്ട് പോയി? കൊല്ലപ്പെട്ടോ? മറുപടി പറയേണ്ടത് നെതന്യാഹുവും ഇസ്രായേലുമാണ്. Different angles. Don't forget to subscribe and support this channel.